ആലപ്പുഴ SD കോളേജിൽ ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച. ചോദ്യപേപ്പർ മാറി നൽകിയ വിവരം പ്രിൻസിപ്പൽ മറച്ചുവെച്ചു. ആദ്യഘട്ടത്തിൽ പഴിചാരിയത് വിദ്യാർത്ഥികളെ. എന്നാൽ പിന്നീട് പിഴവ് സംബന്ധിച്ച് സർവകലാശാലയ്ക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, SD കോളേജിൽ ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ പ്രിൻസിപ്പൽ ആദ്യം കുട്ടികളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അങ്ങനെയല്ല, പിഴവ് ആരുടെ ഭാഗത്താണ് സംഭവിച്ചതെന്ന് സർവകലാശാലയോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയത് അതീവ ഗുരുതര വീഴ്ച തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൽ ശ്രമിച്ചത് അത് വിദ്യാർത്ഥികളുടെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു. അതിന്റെ ഭാഗമായി ഈ കുട്ടികൾ പരീക്ഷാ പേപ്പറിൽ എഴുതിയ പരീക്ഷാ കോഡ് അവർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് ഇത്തരത്തിൽ പരീക്ഷാ പേപ്പർ മാറിപ്പോയി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്നുള്ളതായിരുന്നു പ്രിൻസിപ്പലിന്റെ ന്യായീകരണം. അത്തരത്തിൽ അത് വിദ്യാർത്ഥികൾ ഇപ്പൊ ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മേൽ അതിന്റെ പഴി പൂർണ്ണമായും ചാരിയാണ് കഴിഞ്ഞ കുറെ നാളുകൾ പോയത്. പക്ഷേ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സമരം രൂക്ഷമാവുകയും പിന്നീട് പോലീസ് അടക്കം കോളേജിലെത്തി ഇതിലൊരു അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് പോലീസിന് മുന്നിൽ വാക്കാൽ ഒരു കുറ്റസമ്മതം പ്രിൻസിപ്പലിന്റെ അത് അധ്യാപകർ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയപ്പോൾ മാറിപ്പോയി എന്നുള്ളതായിരുന്നു വാക്കാൽ നടത്തിയ പരാമർശം. പക്ഷേ ഇപ്പോൾ അത് രേഖാമൂലം ഒരു നിമിഷം ഇപ്പോൾ തിരിച്ചു വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.